Panchayat office is the largest Panchayat office complex in Kerala. I would like to heartily congratulate all of you for this beautiful new building that you have built. ഈ വേദിയിൽ MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നേതാക്കന്മാർ എല്ലാവരെയും ഞാൻ അഭിസംബോധന ചെയ്യുന്നു. ഇവിടെ ഇത്രയും മനോഹരമായ ഒരു കെട്ടിടം നിർമ്മിച്ച ഈ പുൽപ്പള്ളിയുടെ ഭാരവാഹികളെ, പഞ്ചായത്ത് അധികൃതരെ ഞാൻ അഭിനന്ദിക്കുന്നു. I am so happy and proud to be here today. This Panchayat office is the largest Panchayat office complex in Kerala. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഈ പുൽപ്പള്ളിയിലെ പഞ്ചായത്ത് ഓഫീസ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് ഓഫീസായിട്ട് മാറിയിരിക്കുന്നു. It houses the Krishi Bhavan, the Veterinary Hospital, Community Health Center, Child Development Project Office and the KSEB in this building. ഈ ബിൽഡിംഗിൽ നമ്മുടെ വെറ്ററിനറി വകുപ്പിന്റെ ഓഫീസുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സാമൂഹികാരോഗ്യ കേന്ദ്രമുണ്ട്, നമ്മുടെ KSEBയുടെ ഓഫീസുണ്ട്, ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ ഓഫീസിൽ ഈ കെട്ടിടത്തിലുണ്ട്. Dilip Kumarji took me around and he showed me the ground floor. It made me feel very, very proud that you have built this. He said that it took 3.5 years to build, and I deeply congratulate all of you, each one who has put in an effort towards it. ദിലീപ് കുമാർ ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ എന്നെ കൊണ്ടുനടന്ന് കാണിച്ചിരുന്നു. 3.5 വർഷത്തോളമുള്ള കഠിന പ്രയത്നമാണ് ഈ കെട്ടിടത്തിന് പിന്നിലുള്ളത്. അതിൽ പങ്കെടുത്ത ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്, ഞാൻ അഭിമാനം കൊള്ളുകയാണ്. This integrated office with many services under one roof will give you a lot of facilities and much easier access to the services you are being provided. ഈ കെട്ടിടത്തിൽ എല്ലാ വകുപ്പുകളെയും ഉൾക്കൊള്ളുന്ന ഈ കെട്ടിടത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് എല്ലാ സഹായങ്ങളും ലഭിക്കുന്നതിന് അത് ഏറ്റവും എളുപ്പം ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. The Pulpalli Panchayat has taken so many novel initiatives that you should be proud of. പുൽപ്പള്ളി പഞ്ചായത്ത് ഒട്ടേറെ പുതിയ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന പ്രവർത്തനമാണ് അത്. The mobile veterinary hospital, vertical farming, നമ്മുടെ ഈ മൃഗശാലയ്ക്ക് വേണ്ടിയുള്ള മൊബൈൽ യൂണിറ്റുകൾ, Nagamu Eramu cultural exchange program in which students from tribal communities are reminded of their heritage and there's a sense of pride that is instilled in them for everything that they are and their heritages. നമ്മുടെ ഈ ആദിവാസി കുട്ടികൾക്ക് അവരുടെ സംസ്കാരവും അവരുടെ ജീവിതശൈലികൾ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാംസ്കാരിക പരിപാടികൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും അവരുടെ സംസ്കാരവും പൈതൃകവുമെല്ലാം അവർക്ക് അഭിമാനം കൊള്ളുന്ന രീതിയിൽ കൊണ്ട് നടക്കുന്നതിന് ഉതകുന്നതാണ്. Another initiative is the new public health care center building. മറ്റൊരു ഉദ്യമം ഇവിടുത്തെ പബ്ലിക് ഹെൽത്ത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വേണ്ടിയുള്ള കെട്ടിടം നിർമ്മിച്ചതാണ്. And I'm proud to say that nearly 500 houses have been rebuilt under the life mission as well. അതുപോലെ തന്നെ ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഏകദേശം 500 വീടുകൾ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിക്കാൻ ഈ പഞ്ചായത്തിന് സാധിച്ചു.